കലാപമാണ് ഗൈസ്, കലാപം. നിങ്ങൾ അറിഞ്ഞില്ലേ ഇവിടെ കലാപമാണ് ഗൈസ്? എനിക്കറിയാം മഴ. ഞാൻ അങ്ങനെ UK വന്നിട്ട് 15ാമത്തെ വീട് മാറാൻ പോണേ. UK അടിപൊളിയാണ്, പക്ഷെ അത് ചിലർക്ക് ശരിയാവും, ചിലർക്ക് കലാപം. UK കഷ്ടപ്പാടാണ് ഗൈസ്. ഞാൻ 5000 ആപ്ലിക്കേഷൻസ് അയച്ചു ഗൈസ്. ഒരു ജോലി പോലും കിട്ടിയില്ല ഗൈസ്. ചിലർക്ക് കിട്ടും, ചിലർക്ക് കിട്ടത്തില്ല ഗൈസ്. ഞാനിവിടെ വന്നിട്ട് 15 പ്രാവശ്യമാണ് ഗൈസ് ഇപ്പം വീട് മാറിയത്. ഞാൻ ഇത്രയും ആപ്ലിക്കേഷൻസ് അയച്ചിട്ട് പോലും എനിക്കൊരു ജോലി പോലും കിട്ടിയില്ല ഗൈസ്. എന്തിനാണ് ഗൈസ് നിങ്ങൾ വന്നിട്ട് ഈ കെയർ ഹോമിൽ വന്ന് കഷ്ടപ്പെടുന്നത്? ഞാൻ 1.5 വർഷത്തോളം കെയർ ഹോമിൽ ജോലി ചെയ്ത് ഗൈസ്. രാവിലെ ചെല്ലണം, അങ്ങോട്ട് കൊണ്ടെടുത്തിടണം, ഇങ്ങോട്ട് കൊണ്ടുവരണം, ടോയ്ലറ്റിൽ കൊണ്ടുപോകണം, പാട് മാറ്റണം ഗൈസ്. മടുത്തു ഗൈസ്. വീട്ടിൽ പോയാലോ എനിക്കൊന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റത്തില്ല ഗൈസ്. അപ്പുറം ഇപ്പുറം എല്ലാം ഇംഗ്ലീഷുകാരാണ് താമസിക്കുന്നത് ഗൈസ്. അവർ സമ്മതിക്കത്തില്ല ഗൈസ്. ഗൈസ് എനിക്ക് മടുത്ത് ഗൈസ്. എന്തിനാണ് ഗൈസ് ഈ UK വരുന്നത്? UK വന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഗൈസ്? 2.5 ലക്ഷം രൂപയോളം നിങ്ങൾക്ക് ശമ്പളം കിട്ടും. പക്ഷേ നിങ്ങൾ റെന്റ് കൊടുക്കണ്ടേ, നിങ്ങൾ മെസ്സ് കൊടുക്കണ്ടേ, നിങ്ങൾ ടാക്സ് അടയ്ക്കണ്ടേ, നിങ്ങൾ ഇലക്ട്രിസിറ്റി, ബാക്കിയുള്ള വെള്ളക്കാരൻ, കൗൺസിൽ ടാക്സ് എല്ലാം കൊടുക്കണ്ടേ? ഇതിലും നല്ലത് നാട്ടിൽ തന്നെ നിൽക്കുന്നതല്ലേ ഗൈസ്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ലൈഫ് അറ്റ് UK. ഈ വീഡിയോ ഞാൻ ഇടുന്നത് ആക്ച്വലി ഞാൻ കുറച്ച് ദിവസമായിട്ട് ഒരു ഇൻ്റർവ്യൂ ഒരു UK പഠിച്ചതിന് ശേഷം ജോലിക്ക് വർക്ക് ചെയ്യുന്നതിന് ശേഷം നാട്ടിൽ പോയിട്ട് അവിടെ ഒരു യൂട്യൂബ് ചാനലിന് ഒരു ഇൻ്റർവ്യൂ ഒരു കുട്ടി കൊടുത്തിരുന്നു. അപ്പം അതിനെ ബേസ് ചെയ്ത് ഒത്തിരി വീഡിയോസ് കുട്ടി പറഞ്ഞത് തെറ്റാണെന്നും ശരിയാണെന്നും പറഞ്ഞ് ഒത്തിരി വീഡിയോസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിൽ ഒരു വീഡിയോ ഞാൻ അപ്ഡേറ്റ് ചെയ്യാണ്. ആ കുട്ടി പറഞ്ഞതിൽ 100% കാര്യങ്ങൾ ശരിയാണ്. ഇവിടെ വരുന്ന കുട്ടികളുടെ പലരും ഏജൻസീസും മറ്റും മിസ്ലീഡ് ചെയ്ത് അവരെ ഇവിടെ ഒത്തിരി വന്നുടൻ ജോലി കിട്ടും, പിന്നെ ഇവിടെ വന്നുടൻ നല്ല ലൈഫാണ്, മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഈ കുട്ടികൾ ഭയങ്കര എക്സ്പെക്റ്റേഷനിൽ UK പഠിക്കാൻ വരുന്നത് എന്നുള്ള രീതിയിൽ ഒത്തിരി പൈസ സ്പെൻഡ് ചെയ്തിട്ട് നാട്ടിൽ നിന്ന് വിസയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞിട്ട് അവരിവിടെ വരുമ്പോൾ അവർ ഫേസ് ചെയ്യുന്നത് റിയാലിറ്റി അവർ ഫേസ് ചെയ്യുന്ന ഒത്തിരി പ്രശ്നങ്ങളാണ്. അവർക്ക് ഫസ്റ്റ് വന്നോടൻ തന്നെ ചിലപ്പം ജോലി കിട്ടത്തില്ല, ചിലർക്ക് ചിലപ്പം ജോലി കിട്ടാറുണ്ട്, അല്ലാത്ത ഒരു 80% ആൾക്കാർക്കും ജോലി കിട്ടാറില്ല. അവർ പിന്നെ ജോലിക്ക് വേണ്ടി സ്ട്രഗിൾ ചെയ്യണം. പിന്നെ ആഴ്ചയിൽ 3 ഡേയ്സേ കോളേജ് ഉള്ളൂ, ബാക്കിയുള്ള ദിവസം അവർക്ക് ജോലി കിട്ടിയാൽ അത് യൂട്ടിലൈസ് ചെയ്യാൻ 20 hours, അല്ലെങ്കിൽ അത് ജോലി കിട്ടാത്ത ആയിട്ട് വരുമ്പോൾ അവരുടെ റെൻറ്റും പിന്നെ ഫുഡും അക്കോമഡേഷനും കാര്യങ്ങളും എല്ലാം മീറ്റ് ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടായിട്ട് വരും. പിന്നെ ചിലർക്ക് ഈ പറഞ്ഞ പോലെ കെയർ ഹോംസിലും മറ്റുമൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഒക്കെ അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പല കുട്ടികളും വിചാരിക്കുന്നത് UK പഠിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷുകാരൊക്കെ ആയിരിക്കും നമ്മുടെ കൂടെ പഠിക്കുന്നതെന്നും മറ്റുമൊക്കെ. അങ്ങനെ ഒരു കോളേജിലും ഇവിടെ വരുന്ന ഇവിടുത്തെ യൂണിവേഴ്സിറ്റീസ് പ്രൊമോട്ട് ചെയ്യുന്ന നാട്ടിലെ ഏജൻസി പ്രൊമോട്ട് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസിലൊന്നും നിങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യം കാണാനേ പറ്റത്തില്ല. ബിക്കോസ് ഈ യൂണിവേഴ്സിറ്റീസ് എല്ലാം റൺ ചെയ്യുന്നത് നമ്മളെ നാട്ടിൽ നിന്ന് ഈ കുട്ടികൾ വരുന്ന ആ കുട്ടികളെ ഡിപ്പെൻഡ് ചെയ്താണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഈ നമ്മുടെ നാട്ടിൽ നിന്ന് കുട്ടികൾ ഇങ്ങോട്ട് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഈ യൂണിവേഴ്സിറ്റി എല്ലാം പൂട്ടിപ്പോവും. അങ്ങനത്തെ രീതിയിലാണ് നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫണ്ട് മറ്റു കാര്യങ്ങൾ ഉപയോഗിച്ചാണ് ഇവിടുത്തെ പല കാര്യങ്ങളും യൂണിവേഴ്സിറ്റിനെ റൺ ചെയ്തു പോകുന്നത്. അപ്പം നിങ്ങൾ കുട്ടികൾ പുതിയതായിട്ട് പഠിക്കാൻ വരുന്നവരും പഠിക്കാനായിട്ട് നിൽക്കുന്ന വിസയ്ക്ക് വേണ്ടി ചെയ്ത് നിൽക്കുന്ന ആൾക്കാർക്കും എല്ലാം വേണ്ടി പറയുകയാണ്, ഇവിടെ അങ്ങനത്തെ ഒരു കാര്യമായിട്ടുണ്ട്. നമ്മളെ നാട്ടിൽ പഠിക്കുന്ന പോലെ ഇപ്പം ബാംഗ്ലൂരൊക്കെ പഠിക്കുന്ന പോലെ നോർത്ത് ഇന്ത്യൻസും മലയാളികളും എല്ലാവരും കൂടെ ആയിരിക്കും ക്ലാസ്സിലുണ്ടാകത്തുള്ള. പ്രൊഫസർ ചിലപ്പോൾ ഇംഗ്ലീഷുകാരായിരിക്കും, ചിലപ്പോൾ ഇന്ത്യക്കാരനെയും ചിലപ്പോൾ പാകിസ്ഥാൻ ആളായിരിക്കും. അപ്പം ഈ +2 ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പഠിക്കാൻ വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഇപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഉള്ള ഒരു കാര്യങ്ങളായിരിക്കില്ല നിങ്ങളിവിടെ റിയാലിറ്റിയിൽ ഫേസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ മിക്കവാറും ഇംഗ്ലീഷുകാരെ ഒന്നും കാണത്തില്ല, അധികമല്ല ഒന്നും കാണില്ല. നിങ്ങൾ മിക്കവാറും എടുക്കുന്ന
കോഴ്സ് അനുസരിച്ചിരിക്കും. ഈ ഏജൻസി മിക്കവാറും സെല് ചെയ്യുന്ന കോഴ്സസ് എന്ന് പറഞ്ഞാൽ ബിസിനസ് മാനേജ്മെൻറ്റും പിന്നെ അങ്ങനത്തെ കുറേ ടിപ്പിക്കൽ ട്രഡീഷണൽ കോഴ്സസാണ്. അതൊക്കെ വിട്ട് നിങ്ങൾ പ്രോപ്പർ ലണ്ടൻ, പ്രോപ്പർ മെയിൻ സിറ്റീസ് അല്ലാതെ കുറച്ച് മാറിയുള്ള സിറ്റീസും യൂണിവേഴ്സിറ്റീസും സെലക്ട് ചെയ്യുക. കോഴ്സസ് വേറെ, ബയോ കെമിസ്ട്രി അല്ലെങ്കിൽ മൈക്രോ ബയോളജി, അങ്ങനെ കുറേയൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കോഴ്സസ് ഉണ്ട്. അത് അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സ്റ്റുഡൻസിനെ കാണാം. ഇംഗ്ലീഷ് ആയിരിക്കില്ല, അത് യൂറോപ്യൻസ് ആയിരിക്കും. ഇംഗ്ലീഷുകാർ പൊതുവേ ഈ ഇവിടുത്തെ പ്ലസ് ടു എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ +11 ആണ്. 11 കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ മിക്കവാറും അവരെ ഈ പഠിത്തം അങ്ങനെ സീരിയസ് ആയിട്ട് എടുക്കുന്നവരൊന്നുമല്ല. അവർ ട്രാവൽ ചെയ്യാനും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയും പിന്നെ അല്ലെങ്കിൽ പാർട്ട് ടൈമായിട്ട് ഏതെങ്കിലും സ്ഥലങ്ങളിൽ ജോലി ചെയ്യുക, ഈ ഷോപ്സും അല്ലാതെ അവിടെയും പിന്നെ എന്തെങ്കിലുമൊക്കെ ജോലി നല്ലപോലെ ചെയ്തിട്ടൊരു 1 year ചെയ്ത് അവർ കുറേ ക്യാഷ് ഉണ്ടാക്കിയിട്ട് അവർ ട്രാവൽ ചെയ്യാൻ പോവുകയും മറ്റൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവരെല്ലാം US പഠിക്കാൻ വേണ്ടി നമ്മൾ നാട്ടിൽ നിന്ന് UK മറ്റിടത്ത് പോകുന്നത്. ഇവിടെ ഒരു ട്രെൻഡാണ് US പോകുന്നത്. US പഠിക്കാൻ പോവുകയും അല്ലെങ്കിൽ ഓസ്ട്രേലിയ പഠിക്കാൻ പോവുക അങ്ങനത്തെ. അപ്പം മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് അങ്ങനെയാണ് UK ബേസിലുള്ള സ്റ്റുഡൻസിൻ്റെ ഒരു നേച്ചർ. പിന്നെ ഇവരെ ഈ +1, 11th സ്റ്റാൻഡേർഡ് കഴിഞ്ഞിട്ട് ഈ എൻജിനീയറിങ്ങും മെഡിസിനും അതിനൊന്നും അങ്ങനെ പോകാറില്ല, അങ്ങനെ സമയം കളയാറില്ല. അവർ ചിലപ്പം മെക്കാനിക്കൽ ജോബ് എന്തെങ്കിലും, ഹാൻഡി, ഇപ്പം നമ്മൾ ഇലക്ട്രിക്, പ്ലംബിങ് അങ്ങനത്തെ ജോലിയിലെ ആൾക്കാരുടെ കൂടെ പോവുകയും അതൊക്കെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ സാലറി കിട്ടുന്ന ജോലി. സാലറി അല്ല, പൈസ കിട്ടുന്നത്. അത് ക്യാഷ് ഇൻ ഹാൻഡാണ്. നമുക്ക് ഒരു വിസിറ്റ് ചെയ്യണം. ഇപ്പം ഒരു സ്ഥലത്ത് പോയിട്ട് അവിടെ ഒരു എൻക്വയറി വന്നു കഴിഞ്ഞാൽ അവിടെ പോയി നോക്കുന്നതിന് തന്നെ നമുക്ക് അപ്പോയിൻമെൻറ്റ് ഫീ ആയിട്ട് കുറച്ച് എമൗണ്ട് വാങ്ങിക്കാം. അപ്പം അതേപോലെ പണി കഴിയുമ്പം നല്ല പൈസ വരും. അപ്പം ഒരു ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം തന്നെ ഈ ഹാൻഡിമാൻസ് എന്ന് പറഞ്ഞാൽ ആ കാറ്റഗറിയിലുള്ള ആൾക്കാരെ 1 2 പേരെ കാണത്തുള്ളൂ. അവർ വീട്ടിൽ വന്ന് ജോലി ചെയ്തിട്ട് പോകുന്നതിനൊരു 2 മണിക്കൂറിനകത്തൊക്കെ 2 അല്ലെങ്കിൽ 3 4 മണിക്കൂറിനകത്തൊക്കെ മേജർ ജോലിയൊക്കെ ചെയ്തിട്ട് പോകും. അങ്ങനെ ഒരു 2-3 ഇടത്തൊക്കെ ഒരു ദിവസം ജോലി ചെയ്യും. അപ്പം ഇതെല്ലാം ക്യാഷിന് ഹാൻഡായതുകൊണ്ട് നല്ല കാശാണ് അവർക്ക് കിട്ടുന്നത്. അപ്പോൾ അങ്ങനത്തെ ജോലിയും മറ്റുമൊക്കെ ചെയ്തിട്ടാണ് ഇവർ നടക്കുന്നത്. എന്നിട്ട് ഇവർ ഇവിടുന്ന് ട്രാവൽ ചെയ്ത് വേൾഡിൻ്റെ പല സ്ഥലത്തും അവർക്കൊരു ബക്കറ്റ് ലിസ്റ്റ് ഉണ്ട്. ഇത് കഴിയുമ്പോൾ ഇത്രയും കൺട്രീസ് കവർ ചെയ്യണം, അല്ലെങ്കിൽ ട്രക്കിങ്, അങ്ങനത്തെ കുറേ മൈൻഡ് സെറ്റാണ് അവർക്ക്. അപ്പോൾ അതിനാണ് അവർ പ്രിഫർ ചെയ്യുന്നത് കൂടുതലും. പഠിക്കണമെന്നുള്ളവരെല്ലാം ഇങ്ങനെ US വേറെ കൺട്രീസിലൊക്കെ പോയി പഠിക്കും. അപ്പോൾ ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയൊക്കെ ഞാൻ പറഞ്ഞു വന്ന് ശരിക്കും നമ്മുടെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് അവിടെ നിന്ന് വരുന്ന ഇതിലാണ് ഇവിടുത്തെ യൂണിവേഴ്സിറ്റി റൺ ചെയ്തു പോകുന്നത്. അപ്പം അവിടെ നിന്ന് ഒത്തിരി ക്യാഷുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പം നമ്മൾ അവിടെ നിന്ന് വീടും കാര്യങ്ങളൊക്കെ വിറ്റ് കുട്ടികളെ പഠിക്കാൻ വിടുന്ന ആ എമൗണ്ട് ഇവിടെ വരുമ്പോൾ അത് യൂണിവേഴ്സിറ്റിക്ക് പോകും. അത് ഗവൺമെൻറ്റിന് ടാക്സായിട്ട് കിട്ടും. അപ്പോൾ ആ ടാക്സ് വെച്ചിട്ടാണ് ഇവർ, പിന്നെ ഈ കുട്ടികൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർ വീടെടുക്കണം, വീട് വാടകയ്ക്ക് അതിൻ്റെ റെൻറ്റ് കാര്യങ്ങൾ, പിന്നെ അവരിവിടെ സ്പെൻഡ് ചെയ്യണം. 100 rupees കിട്ടിയാൽ അവർ 80 rupees ഇവിടെ സ്പെൻഡ് ചെയ്യണം. അപ്പം വലിയ സേവിങ്സ് ഒന്നും കാണത്തില്ല. ഇപ്പം കുട്ടികളുടെ കാര്യമായാലും ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരായാലും ഇവിടെ കിട്ടുന്ന പൈസ ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് നാട്ടിലേക്ക് വലിയ സേവിങ്സ് ഒന്നും ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഈ കുട്ടി പറഞ്ഞ 100% ശരിയാണ്. അപ്പം അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കെയർ ഹോംസിലും മറ്റുമൊക്കെ ഉള്ള ജോലിയും ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റവും എല്ലാം. ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളെ നാട്ടിലെ സിസ്റ്റം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ പഠിക്കാൻ വളരെ കുറവാണ്. ഇപ്പം ഡിഗ്രിക്ക് പഠിക്കുന്നത് നമ്മുടെ നാട്ടിലെ 8ലോ 10ലെയൊക്കെ ഉള്ള സിലബസ് ആയിരിക്കും ഇവിടെ വന്ന് ഡിഗ്രിക്ക് നമ്മൾ ഈ ബിസിനസ് മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ പഠിക്കുന്നെങ്കിൽ അതെടുക്കുന്നത്. ബാക്കിയുള്ള കോഴ്സസിനായിരിക്കും ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉള്ളത്. പിന്നെ കൂടുതലും പ്രാക്ടിക്കൽ ബേസ് ആയിട്ടായിരിക്കും ഈ കേസ് സ്റ്റഡീസും മറ്റുമൊക്കെ ആയിരിക്കും. നാട്ടിലെ പോലെ തിയറി പഠിക്കേണ്ട അങ്ങനത്തെ കുറേ. ഇപ്പം എൻ്റെ ഒരു ഒപ്പീനിയൻ ആണെങ്കിൽ ഞാൻ ഇതുവരെ ഞാനൊരു 6 to 7 years ആയി ഇവിടെ ഉണ്ട്.
അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഡിഗ്രി അവിടെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ വന്നൊരു ഒരു 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 കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ 1 ഇയർ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ എന്നിട്ട് ഇവിടുത്തെ 2 ഇയർ സ്റ്റേ ബാക്കും കൂടെ കിട്ടിയാൽ നിങ്ങൾ കേപ്പബിൾ ആണെങ്കിൽ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് തന്നെ കുറേ സ്കിൽഡ് വർക്കും കൂടെ അറിഞ്ഞിരുന്നാൽ, ഇപ്പം സ്കിൽഡ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ആണെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ തന്നെ നല്ല നല്ല കോഴ്സ് അഷറും അല്ലെങ്കിൽ ടെക്നിക്കൽ പ്രോഗ്രാമിങ്ങും ഒക്കെ ഒന്ന് മനസ്സിലാക്കി നല്ലപോലെ ഒന്ന് ഹാൻഡ്സ് ഓൺ കിട്ടുന്ന രീതിയിൽ എവിടെയെങ്കിലുമൊക്കെ പഠിച്ച് വരുന്നു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൽ IT കുറേ ജോലി ഉണ്ടാവും. പിന്നെ അല്ലാതെ തന്നെ ഇപ്പം അതൊന്നും നോക്കാതെ ഡിഗ്നിറ്റി നോക്കാതെ ജോലി ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഹാൻഡിമാൻ, പ്ലംബിങ്, ഇലക്ട്രിക് അങ്ങനത്തെ കുറേ ജോലി ഉണ്ടല്ലോ. അപ്പോൾ ആ ജോലിയൊക്കെ അറിയാമെങ്കിൽ അതൊരു ബിസിനസ് ആക്കി എടുക്കാൻ പറ്റും. പിന്നെ ഈ 2-3 വർഷത്തിനകത്ത് നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ എല്ലാം കിട്ടണമെന്നില്ല. കിട്ടാത്തവർക്ക് പിന്നെ ഇവിടെ അങ്ങനെയാണ് സംഭവിക്കുന്നത്. അങ്ങനെ കുറേ ഒരു 3 വർഷം ഈ 2 വർഷം സ്റ്റേ ബാക്കും കൂടെ കഴിയുമ്പോൾ അവർക്ക് മിക്കവാറും തിരിച്ച് ഇപ്പോൾ വീസ തീരേണ്ടി വരും. ചിലർക്ക് സ്പോൺഷിപ്പോടെ എവിടെയെങ്കിലും കിട്ടും, ചിലർ മിക്കവാറും ഒരു 80% തിരിച്ച് നാട്ടിലോട്ട് പോകും. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഇതാണ് ആ കുട്ടി പറഞ്ഞതും കറക്റ്റാണ്. അപ്പം ഞാൻ കുറേ വീഡിയോസ് കണ്ട് കുറേ ആൾക്കാരെ ഈ കുട്ടി പറഞ്ഞത് ശരിയല്ല, ഇത് യു കെയിൽ എന്താ പറയണ്ടേ, യു കെയിൽ എല്ലാം നല്ലപോലെയാണ് നടക്കുന്നത്. അങ്ങനെയല്ല, യു കെയിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. യു കെ നിങ്ങൾ പഠിക്കാനെന്നും പറഞ്ഞിട്ട് പൈസ കളഞ്ഞ് ഇങ്ങോട്ട് വരുന്നവർക്ക് ഒരു ഇൻഫർമേഷനായിട്ട് പറയുകയാണ്, ഇവിടെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ആയിരിക്കില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒത്തിരി സ്ട്രഗിൾ ചെയ്യണം. പിന്നെ എപ്പോഴാണ് നമുക്ക് നല്ല ജോലി കിട്ടുമോ, നല്ല റിസൾട്ട് ഇതിൽ നിന്ന് വരുമോ എന്നുള്ളത് പറയാൻ പറ്റത്തില്ല. ഓക്കെ, താങ്ക് യു വെരി മച്ച്.